മദ്രാസി എന്ന് പറയുമ്പോ തനിക്ക് എന്തോ ദേഷ്യം. എവിടുന്ന് ഒപ്പിച്ചു അന്യനാട്ടിൽ ഇങ്ങനെ ഒരു ചരക്കിന്? ചരക്കോ? ഞാനോ ഒപ്പിച്ചെന്ന്? എന്തായി പറയുന്നത്? നീയല്ലേ എന്ന് പറഞ്ഞത് ഈശ്വർ സാറിന് ഒരു പെണ്ണിന്റെ മുമ്പിൽ മുട്ടുകുത്തിക്കുന്നു. അതിന് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ആ പെണ്ണിന്റെ ഐഡന്റിറ്റി സാർ കണ്ടുപിടിക്കുന്നവരെ നീ ചെയ്യും. കണ്ടുപിടിച്ചാൽ ആ നിമിഷം നിന്റെ കാര്യം. അയ്യോ സത്യം, ഞാൻ പറയണോ സത്യക്ക്? എനിക്കൊന്നും അറിഞ്ഞൂടാ. ഒന്നും പറയണ ഓരോ കുരിശ്. ഒരു കാര്യം പറയാൻ മറന്നു. എന്താ? ഈശ്വർ സാറിന്റെ വീട്ടിലൊരു പെണ്ണ്. പെണ്ണ? എവിടെ? അയ്യടാ, ഈശ്വർ സാറിന്റെ വീട്ടില്. ഈശ്വർ സാറിന്റെ വീട്ടില് പെണ്ണ? അവിടെ പെണ്ണുമില്ല, പെടക്കോഴിയില്ല. ഇത് ചോദിക്കാൻ നീ പാലപ്പി എന്നെ വിളിച്ചോട്ടിയത്? ആര് പറഞ്ഞു? അവിടെ പെണ്ണുണ്ട്. നിങ്ങൾക്കും അറിയാം. നിങ്ങൾ ഓണം വെച്ച് ഒറ്റ അടയ്ക്കുക. ആരെങ്കിലും ചില പെണ്ണുങ്ങളും ഉണ്ടാവും. നിനക്കെന്താ നഷ്ടം? നീ മരണം നോക്കൂ. ലക്ഷ്മി എന്നാളുടെ പേര്. ബാക്കിയിലൊരു കസിന. എറണാകുളത്തിന്റെ പേരിൽ തന്നെ താമസം. ഇവിടെ അടുത്തേത് ഒരു കമ്പനിയിൽ ഇന്റർവ്യൂവിന് വന്നതാണ്. കഴുത ട്രെയിനിൽ വെച്ച് ബാഗും പേഴ്സും ഒക്കെ നഷ്ടപ്പെട്ടു. പിന്നെ ഓർമ്മയിലുള്ള എന്റെ അഡ്രസ് വെച്ചാ വീട് കണ്ടുപിടിച്ചത്. എന്നാലും വീട്ടുകാർ ഒറ്റയ്ക്ക് ആ പെണ്ണിനെ ഇത്ര ദൂരം അയച്ചല്ലോ. അത് ഞാൻ അവളോട് ചോദിച്ചു. അപ്പൊ അവള് പറയാ ഒറ്റയ്ക്ക് വന്നാൽ എന്താണ്. ഇപ്പോഴത്തെ പെൺകുട്ടിയുടെ കാര്യം. നിന്റെ റിലേറ്റീവ് ഒരുത്തിയുണ്ടല്ലോ, ഒരു കാന്താരി ശ്രദ്ധ, അവളെന്താ മോനെ?